താത്തയല്ല ഛർദ്ദിക്കണ്. പിന്നെ ഛർദി ഇതുവരെ മാറിയില്ലേ? താത്ത, എന്താ നിനക്ക് പറ്റിയത്? ഇപ്പൊ 3-4 ദിവസമായില്ലേ ഛർദ്ദിക്കണ കാണുന്നു. എന്താ അറിയില്ലടേ, ഭക്ഷണം കഴിച്ചത് വയറ്റിന് പിടിക്കാണ്ടാ തോന്നുന്നു. ഭക്ഷണത്തിൻ്റെ ആണെങ്കിൽ നമുക്കുണ്ടാവില്ലേ? നമ്മളും ആ ഭക്ഷണം തന്നെയല്ലേ കഴിക്കണ്. ഇതിപ്പോ നിങ്ങക്ക് മാത്രമായിട്ട് എന്താ? 3-4 ദിവസമല്ലേ ഇപ്പൊ കാണുന്നത്? എന്താ അറിയില്ല. എന്തായാലും ഇതിങ്ങനെ വെച്ചോണ്ടിരിക്കേണ്ട താത്ത, നമുക്കൊന്ന് ഡോക്ടറിനെ പോയി കാണാം. ഡോക്ടറെ ഒന്നും കാണിക്കണ്ട, അത് തന്നെ മാറിക്കോളും. ഇതിങ്ങനെ വെച്ചോണ്ടിരുന്ന പ്രശ്നമാവും താത്ത, വല്ല ഇൻഫെക്ഷനും ആയാലോ? അങ്ങനെയൊന്നും ആവില്ലടേ, ഞാൻ ഗുളിക കഴിക്കണുണ്ടേ. എൻ്റെ അടുത്ത് ഛർദിൻ്റെ ഗുളിക ഉണ്ട്, അത് കഴിക്കേണ്ട ദിവസം. എത്ര ദിവസം പറഞ്ഞിട്ട് ഈ ഗുളികയും കഴിച്ചുകൊണ്ട് നടക്കുക? ഇന്നും കൂടി ഒന്ന് നോക്കി നോക്കട്ടെ, എന്നിട്ട് കുറവില്ലെങ്കിൽ നമുക്ക് നാളെ പോവാം. ആ നോക്കി, എന്നിട്ട് കുറവില്ലെങ്കിൽ നമുക്ക് പോകാട്ടോളേ, വെറുതെ ഇങ്ങനെ വെച്ചോണ്ടിരിക്കണ്ട. ആ എന്നാൽ നിങ്ങൾ കുറച്ചു നേരം പോയി കടന്നോളേ, കുറവില്ലെങ്കിൽ ഇന്ന് തന്നെ പോകാട്ടോളേ. ആ അവൾക്ക് ഡോക്ടർ അടിച്ചിട്ട് തോന്നുന്നുണ്ട്. അല്ലാ, ഇനിയെങ്കിലും ഛർദ്ദിക്കാണ്ടിരുന്നാൽ മതിയായിരുന്നു. ഞാൻ കുറെ നേരമായില്ല നിന്നെ വിളിക്കാൻ തുടങ്ങിയിട്ട്. നീ എന്താ ഫോൺ എടുക്കാണ്ടിരുന്നു? ആ ഞാൻ അവിടെ ഫോൺ എടുക്കാൻ പറ്റിയ അവസ്ഥയിലായിരുന്നു. എന്താ അത്? രാവിലെ തുടങ്ങിയ ഛർദിയാണ്. ഛർദിച്ച് നിൽക്കാൻ ഉസിരില്ലാണ്ടായി. എനിക്ക് നല്ല ഡൗട്ടുണ്ട്, ഇതാ തന്നെയാണ്. അതൊന്നും ആയിരിക്കില്ല, നീ വെറുതെ ടെൻഷൻ അടിക്കണ്ട. ആ നിനക്ക് അങ്ങനെയൊക്കെ പറയാം, പക്ഷെ ഞാനല്ല അനുഭവിക്കുന്നത്. ഇവിടെ എൻ്റെ നാത്തൂര് നല്ല സംശയമുണ്ട് തോന്നുന്നുണ്ട്. ഡോക്ടറെ അടുത്തേക്ക് പോകാൻ പറഞ്ഞിട്ടേ പിന്നാലെ നടക്കുകയാണ്. ആശുപത്രിക്ക് പോയാലുള്ള അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്ക്. ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത്? നീ എത്രയും പെട്ടെന്നൊന്ന് എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ നോക്ക്. ഞാൻ അധികം ദിവസമൊന്നും എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല കേട്ടോ. അവളിനി ഉമ്മാനടുത്ത് എന്തെങ്കിലും പോയി പറഞ്ഞു കൊടുത്താലേ ആകെ സീനാവും. എത്ര ദിവസം പറഞ്ഞിട്ടാ ഡോക്ടറെ അടുത്തേക്ക് ഇന്ന് പോകാം നാളെ പോകാൻ പറഞ്ഞിട്ട് കഴിയാ ഞാൻ. ഒരു കാരണവശാലും നീ അവരുടെ കൂടെ പോകാൻ നിൽക്കണ്ട കേട്ടോ. ഞാൻ വരാം, എന്നിട്ട് പോയാൽ മതി. നീ ഒരു കാര്യം ചെയ്യ്, നീ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട് നാളെ പുറത്തിറങ്ങും. എന്നിട്ട് നമുക്ക് രണ്ടാൾക്കും കൂടെ പോവാം ഹോസ്പിറ്റലിലേക്ക്. എന്താ സംഭവം എന്ന് അറിയാലോ, ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. എന്നിട്ട് നമുക്ക് അതിനനുസരിച്ച് നീങ്ങാം കേട്ടോ. ഞാൻ നാളെ വരാം. നീ എന്തെങ്കിലും പറഞ്ഞിട്ട് ഇറങ്ങാൻ നോക്ക് കേട്ടോ. ആ എന്നാൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് ഇറങ്ങാം, ഇറങ്ങിയിട്ട് നിന്നെ വിളിക്കാം. എന്നാൽ അങ്ങനെ ചെയ്താൽ മതി. ഞാൻ എന്നാൽ വെക്കട്ടെ. ശരി. എന്തൊക്കെയാ റബ്ബേ ഞാൻ ഈ കേട്ടത്. ഇവര് ഇത്ര കാര്യമാണ്. അല്ല, അപ്പൊ വെറുതെ അല്ലേ ഇവർ ആശുപത്രിക്ക് പോകാൻ പറയുമ്പോൾ ഒഴിഞ്ഞു മാറുന്നതേ. എങ്ങനെ എന്നാലും ഇവർക്ക് മനസ്സ് വന്നതെന്ന് ഞാൻ ആലോചിക്കണേ. മാപ്പിള മരിച്ചിട്ട് ഒരു കൊല്ലം കൂടി ആയിട്ടില്ല, അപ്പോഴേക്ക് അവർക്ക് കള്ളക്കാമുകനുമായി വിശേഷമായി. ഇതെന്തായാലും ഇവിടെ ഉള്ളവരിനെ അറിയിക്കണം, അല്ലെങ്കിൽ നാറ്റ കേസാവുള്ളൂ. അല്ലാതെ ഓൾറെഡി ആയി, ഇനിയിപ്പോൾ എന്താ ആവാന്. ഉമ്മ എന്താ കാട്ടണ, തിരക്കില? ഇല്ലടി, പറഞ്ഞോ. ഞാനൊരു അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാണേ. എന്താണ്? ഇവിടെ നാത്തോനില്ലേന്നു, അതിനെന്തോ ചുറ്റിക്കളി ഉണ്ട് കിട്ടോളേ. ഇത് കുറച്ചു ദിവസമായി തുടങ്ങിയിട്ട് തോന്നുന്നു. അല്ലാ, ആരാ പറഞ്ഞ നിന്റെ അടുത്ത്? ആരും പറഞ്ഞതൊന്നല്ല. പിന്നെ നീ ഒന്ന് തെളിച്ചു പറയേ. അവർക്കേ കുറച്ചു ദിവസമായിട്ട് നല്ല ഛർദിണ്ട് കിട്ടൂലേ, 3-4 ദിവസമായിട്ട് തുടങ്ങിയിട്ട്. അപ്പൊ ഇന്ന് രാവിലെ ഛർദിക്കണ കണ്ടപ്പോ ഞാൻ പോയിട്ട് എന്ത് പറഞ്ഞോന്നറിയോ? താത്ത, എന്താ നിങ്ങൾ ഇങ്ങനെ ഛർദിക്കുന്നത്? ഇത് കുറച്ചു ദിവസമായില്ല തുടങ്ങിയിട്ട്, വരി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കുക, വെറുതെ ഇത് വെച്ചോണ്ടിരിക്കണ്ടെന്ന് പറഞ്ഞു കിട്ടോളേ. അപ്പൊ 37 ഭക്ഷണം കഴിച്ചത് ശരിയല്ലാണ്ടാണ്, ഗുളിക കഴിച്ചിട്ടുണ്ട്, കുറച്ചതിനെ മാറും പറഞ്ഞിട്ട് ഉരുണ്ട് കളിക്കുന്നു കിട്ടോളേ. ഹോസ്പിറ്റലിലേക്ക് പോവാ പറഞ്ഞിട്ട് കൂട്ടാക്കണേ ഇല്ല. അത് വേണമെങ്കിൽ അവള് പറഞ്ഞ പോലെ ഭക്ഷണം വയറ്റിന് പിടിക്കാൻ തന്നെ ആയിരിക്കോടെ. നീ ഇനി അത് വളച്ചു കൊടുത്തിട്ട് അതും ഇതും പറഞ്ഞുണ്ടാക്കാൻ നിൽക്കണ്ട. ഒന്നാമത് ആ പെണ്ണ് മാപ്പിള മരിച്ചിട്ട് വന്നിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഇപ്പോൾ നിങ്ങൾ പറയുന്നത് മുഴുവൻ അങ്ങോട്ട് കേക്കി, അതിൻ്റെ ഇടയിൽ ഇങ്ങോട്ട് കയറി വർത്താനം പറയല്ലേ. എന്നാ പറയേ. എന്നിട്ട് എന്തപ്പ ഞാൻ പറഞ്ഞു വന്ന് അത് മറക്കുകയും ചെയ്തു. എന്നിട്ട് അങ്ങനെ പറഞ്ഞു കേട്ടോളി, ഗുളിക കഴിക്കുന്നുണ്ട്, കുറച്ചതിനെ മാറും, ആശുപത്രിക്കൊന്നും പോകണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാനത് വിടുകയും ചെയ്തു കേട്ടോളി. എന്നിട്ട് കുറച്ചേരം കഴിഞ്ഞിട്ട് ഞാനെന്ത് ചെയ്തു എന്നറിയോ? അതിങ്ങനെ ഛർദിയായിട്ട് കിടക്കുകയല്ലേ, അപ്പം അതിൻ്റെ റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുക്കുക, അവരുടെ ചൂലെടുത്തിട്ട് അങ്ങോട്ട് പോയി കിട്ടോളി. അപ്പണ്ട് അവർ വാതിലടച്ചിട്ട് ഇരിക്കുകയാണ്. എന്നിട്ട് വാതിലടച്ചിട്ടില്ലേ, ഇവര് ഉള്ളിൽ ആരെടുത്തോ ഫോണിൽ സംസാരിച്ചും കൊണ്ടിരിക്കുകയാണേ. അപ്പം എനിക്ക് എന്തോ ഒരു സംശയം തോന്നിയിട്ട് ഞാനത് കേട്ടുകൊണ്ട് നിൽക്കുകയും ചെയ്തു. കേട്ടപ്പോഴല്ലേ കാര്യം മനസ്സിലായത്, ഇവരിവരിൻ്റെ കാമുകിൻ്റെ അടുത്ത് സംസാരിച്ചും കൊണ്ടിരിക്കുകയാണേ. എന്നിട്ട് അവൾ എന്താ പറഞ്ഞിരുന്നു? എന്താ പറയണ്, അവർക്ക് വിശേഷം ഉണ്ടായ കാര്യം തന്നെ. എന്നിട്ട് അവനെ വിളിച്ചിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകാൻ നിൽക്കുക തോന്നുന്നുണ്ട്. എനിക്ക് കേട്ടപ്പോൾ അങ്ങനെ തോന്നിയത്. പക്ഷെ എന്താ എന്നാലേ ഈ പെണ്ണ് ഇങ്ങനെ, ഇവളിത് എന്തിനു കൽപ്പിച്ചു കൂട്ടിയിട്ടാണ്? ആവോ, എനിക്കറിയില്ല. ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുകയാണാവോ. നിന്റെ അമ്മായിമാക്ക് വല്ലതും അറിയോത്? അതിനൊന്നും അറിയില്ല. അതിനെ എവിടെ അതിനതൊക്കെ അന്വേഷിക്കാൻ നേരം? എൻ്റെ കുറ്റം കണ്ടുപിടിക്കാനല്ലേ നേരമുള്ളൂ. നീ പറയ താളിൻ്റെ അടുത്ത് മകളുടെ കയ്യിലിരിപ്പ് ഇതാണെന്ന്. അത് ഞാൻ പറഞ്ഞാലൊന്നും വിശ്വസിക്കില്ലാന്നോ.
ഞാൻ നുണ പറഞ്ഞുണ്ടാക്കുന്ന പറയുള്ളൂ. ഇതൊക്കെ അറിഞ്ഞ മകളുടെ അടുത്ത് പോയി ചോദിക്കില്ലടി, അപ്പൊ അറിയുമല്ലോ കാര്യങ്ങള്. ചോദിച്ചാൽ പിന്നെ മകൾ ഇപ്പൊ തന്നെ സത്യം പറയും. അവരങ്ങനെയൊന്നും ഇല്ലാന്ന് തന്നെയല്ലേ പറയുള്ളൂ. പിന്നെ എന്റെ പച്ചർച്ചി തിന്നാൻ തുടങ്ങും. എടീ, അതിനത് കാലാകാലം മറച്ചു വെക്കാൻ പറ്റില്ലാലോ. ഇന്നല്ലെങ്കിൽ നാളെ അറിയില്ലേ? അറിയാനെങ്ങനെ 2-3 മാസം എടുക്കില്ലേന്നോ? അതുവരെ എന്നെ കുറ്റപ്പെടുത്തിക്കോട്ടേന്നാ? മകൾ എന്തായാലും ഉണ്ട് എന്നൊന്നും പറയില്ല. അവരവരുടെ സേഫ്റ്റിയല്ലേ നോക്കുള്ളൂ. അതും പറഞ്ഞിട്ട് നീ പറയാണ്ടിരിക്കണ്ട. ഇത് നാട്ട കേസാണ്. ആൾക്കാർ അറിഞ്ഞാൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. നീ അവൻ്റെ അടുത്ത് ഇങ്ങനെ വിളിച്ച് കാര്യം പറയ്. ഇക്കാൻ്റെ അടുത്ത് പറഞ്ഞിട്ട് എന്താന്നും കാര്യം? അത് അവിടെ ഇരുന്നിട്ട് എന്താ കാട്ടുന്നത്? എന്തെങ്കിലുമൊക്കെ വഴി കാണട്ടെ, അല്ലാണ്ട് ഇത് ഇങ്ങനെ വിടാൻ പറ്റുമോ? ഈ മൂദേവി കാരണം എത്ര ആൾക്കാർക്ക് ചീരഴിച്ചില് ലക്ഷണം കെട്ടത്. നിനക്കല്ലായിരുന്നു അവൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടിരാണ്ട് ഇങ്ങനെ ചൊറിച്ചില്. ഇപ്പൊ സമാധാനമായില്ലേ? ഞാനതിനിങ്ങനെയൊക്കെ ആവും വിചാരിച്ചോ? മാപ്പിള വെച്ച വിഷമത്തിലിരിക്കല്ലേ, അപ്പൊ എന്നാ കുറച്ച് ദിവസം മനത്ത് വന്നിരുന്നോട്ടെ പറഞ്ഞിട്ട് കൊണ്ടുവന്നതല്ലേ. ഇനിയിപ്പൊ അതും ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നീ അവനെ വിളിച്ച് കാര്യം പറയേ. എടി പിടിയെന്ന് അങ്ങനെ എല്ലാം ഒന്നും പറയാൻ നിൽക്കണ്ട. അവൾക്ക് ഗർഭമുണ്ട് എന്നും അവൾക്ക് കാമുകനുണ്ട് എന്നൊന്നും പറയണ്ട. ഒരാഴ്ചയായിട്ട് ഛർദിയുണ്ട്, ആശുപത്രിക്ക് വിളിച്ചാൽ വരുന്നില്ല എന്ന് മാത്രം പറഞ്ഞാൽ മതി. എന്നിട്ട് എന്താന്നും കാര്യം? ആശുപത്രിക്ക് പോകാൻ പറയായിരിക്കും. അതിനവര് വരണ്ടേ? കൊന്നാലും വരില്ല. അവരവരുടെ കാമുകന്റെ കൂടെ തന്നെ പോകുള്ളൂ തോന്നുന്നുണ്ട്. എന്നിട്ട് എന്തിനാണാവോ? അബോർഷൻ ചെയ്യാനാണോ, ഇനി പ്രസവിക്കാനാണോ, കാമുവിന്റെ കൂടെ പോയി പൊറക്കാനാണോ, ഒന്നും അറിയില്ല. അതൊക്കെ പിന്നത്തെ കാര്യമില്ലടി. നീ ആദ്യം അവനെ വിളിച്ചിട്ട് കാര്യം പറയേ. ആ, ശരി എന്നാ. വൈകുന്നേരത്ത് കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് വിളിക്കുക എന്നെ. ഞാൻ വിളിക്കാം. എന്താ എന്നാലും ഈ പെണ്ണ് കാട്ടിയത്? എങ്ങനെ വിളിക്കുന്നാലും ഇതിന് മനസ്സ് വന്നതെന്ന് ഞാൻ ആലോചിക്കണതേ. ഷംല, എന്തമ്മ നീ എന്തിനു കൽപ്പിച്ചു കൂട്ടിയിട്ടാടി? എന്തമ്മ അങ്ങനെ ചോദിച്ചു? അവൾക്ക് ഒന്നും അറിയില്ല. ഒരു ഉള്ളക്കുട്ടി വന്നിക്കണോ? നീ എന്തൊക്കെയാടി അവനെ വിളിച്ച് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്? ഉള്ള കെണിയും നോണയൊക്കെയും പറഞ്ഞു കൊടുത്തിട്ട് കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കാൻ നോക്കാം നീ. ഞാൻ കെണിയും നോണയൊന്നല്ല അമ്മ പറഞ്ഞു കൊടുത്തത്. അമ്മ എന്താ കാര്യം അറിയണ്ട എന്റെ മേലെ കുതിര കയറാൻ വരുന്നത്? അവളെ താത്താന്റെ പോക്കത്ര ശരിയൊന്നല്ല. എന്റെ കുട്ടിനെ പറ്റി തോന്നിയ ദിവസം പറഞ്ഞാണ്ടല്ലോ അവള് മാപ്പിള മരിച്ചിട്ട് വന്നിരിക്കുകയാണ് ഇവിടെ. ഞാൻ എന്റെ ചെവിയും കൊണ്ട് കേട്ടതാ. ഞാൻ കേട്ട കാര്യം പറഞ്ഞു കൊടുത്തത്. നീ അതിന് എന്ത് തേങ്ങയടി കേട്ടത്? അവള് കേട്ടത്രേ. നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ. അവനിക്ക് ഈ വീട്ടിലുള്ള അതേ അവകാശം തന്നെ അവൾക്കുണ്ട് ഈ വീട്ടില്. നീയേ ആദ്യം കടന്ന് തുള്ളാൻ നിൽക്കണ്ട അവിടെ. നിനക്ക് എങ്ങനെയെങ്കിലും അവളുടെ ഇവിടുന്ന് പുറത്ത് ചാടിക്കണം. അതിനാണ് ഈ കെണിന്നോണയൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. എനിക്ക് നന്നായിട്ട് അറിയാം. മാപ്പിള മരിച്ചിട്ട് വന്ന് ഇരിക്കല്ലേ അവളിവിടെ. കാലാകാലം നോക്കേണ്ടി വന്നാലോ എന്ന് പറഞ്ഞിട്ടേ. എന്താ അവളുടെ വിരുത് നോക്കാം. നിന്റെ വിരുതൊക്കെ നീ കയ്യിൽ വെച്ചാൽ മതി, അല്ലാണ്ട് ഇവിടെ നടക്കില്ല. നീ പറഞ്ഞുണ്ടാക്കിയതൊക്കെ അവൾ അറിഞ്ഞ് എന്താ ഉണ്ടാവുമെന്ന് അറിയോടി? അവൾ ഇങ്ങോട്ട് വന്ന് കേറിയിട്ടില്ല, അപ്പോഴേക്കും തുടങ്ങി അവൾ പോരെടുക്കാൻ. നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോളിമ്മ, എനിക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ ഉള്ള കാര്യം തന്നെ ഇക്കാനിട്ട് പറഞ്ഞിട്ടുള്ളൂ. താത്ത 4 ദിവസമായി ഛർദി കൊണ്ട് നടക്കണു. ഞാൻ ഇന്നും കൂടിയും കണ്ടേ, ഛർദിക്ക് ഒരു കുറവുമില്ല. അപ്പൊ താത്താക്ക് എന്താ ഹോസ്പിറ്റലിൽ പോയി കാണിച്ചാല്? അത് അവള് വെറുതെ കാശ് ചെലവാക്കണ്ട പറഞ്ഞിട്ടായിരിക്കുവേ. നിന്നെ പോലെയല്ല എന്റെ കുട്ടി, അവളൊക്കെ നോക്കിയും കണ്ടിട്ടൊക്കെ കാശ് ചെലവാക്കുള്ളൂ. അല്ലാണ്ട് നിന്നെ പോലെ മുണ്ടുമണിക്ക് ആശുപത്രിക്ക് ഓടുകയല്ല. അപ്പൊ കാലാകാലം ഈ ഛർദി കൊണ്ട് നടക്കാൻ പറഞ്ഞിട്ടാ? എങ്ങനെ ഛർദിക്കാണ്ടിരിക്കുക? നീ വെച്ചുണ്ടാക്കിയതല്ലേ തിന്നണ്. അത് തിന്നിട്ട് ഛർദിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അപ്പൊ അതന്നെയല്ലേ ഉമ്മയും തിന്നണത്, ഞാനും അതന്നെ തിന്നണത്. എന്നിട്ട് നമുക്കൊന്നും ഒരു കുഴപ്പമില്ല. പിന്നെ എന്താ താത്താക്ക് മാത്രം ഇങ്ങനെ കുഴപ്പം പറ്റാന്? നീ എന്തെങ്കിലും കലക്കി കൊടുക്കണ്ടാവും അവൾക്ക് തിന്നാൻ കൊടുക്കണേല്. നിന്റെ സ്വഭാവം എനിക്ക് അറിയുന്നത് തന്നെയല്ലേ. നീ അതും ചെയ്യും, അതിന്റെ അപ്പുറവും ചെയ്യും. എന്നിട്ട് അവള് വേഗം അവനെ വിളിച്ചു പറഞ്ഞിരിക്കണം. എന്നാലേ അവളിന് പുറത്ത് പുറത്താക്കാൻ പറ്റുള്ളൂ. എങ്ങനെ അന്നും നിന്റെ കയ്യിലിരിപ്പ്. അറിയാത്ത പിള്ള ചൊറിയും പറഞ്ഞോളൂ. നീ കൂടുതൽ ചരക്കാൻ നിൽക്കണ്ടടി. എന്റെ സ്വഭാവം അറിയാലോ. നീ അനുഭവിക്കാൻ പോണുള്ളൂ ട്ടാ. ഇവിടുന്ന് ആരാ പുറത്താവണെന്നുള്ളത് നിനക്ക് കാണിച്ചു തരാം ഞാൻ. എന്നാൽ ഇങ്ങനെ ഒന്നാണല്ലോ ഈ വീട്ടിൽ വന്ന് പെട്ടത്. അപ്പൊ ഞാൻ പറഞ്ഞതിനാ ഈ കുറ്റം, അല്ലാണ്ട് മകള് കാട്ടുന്നതിനല്ല. എന്തോ കാട്ടിയും കൊണ്ട് പോട്ടെ തള്ളിയും മകളും. ഞാനൊന്നും കേൾക്കാനും പോണില്ല, പറയാനും പോണില്ല. ഛർദി കുറവുണ്ടടി. ഇപ്പൊ ഇത്തിരി കുറവുണ്ട്. എന്താ അവിടെ അവളായിട്ട് പ്രശ്നം? അതൊക്കെ എന്നുള്ളതാ, അതൊന്നും നീ കാര്യാക്കണ്ട. ഞാൻ ഇവിടെ വന്ന് നിൽക്കണേനാ? അതൊന്നല്ലടി, അതൊക്കെ ഞാൻ പിന്നെ പറയാം. ഛർദി കുറവില്ലെങ്കിലേ ആശുപത്രിക്കൊന്ന് പോയി കാണിക്കായിരുന്നു. എത്ര ദിവസം പറഞ്ഞിട്ട് അങ്ങനെ വെച്ചോണ്ടിരിക്കുക? ഞാൻ ഗുളിക കഴിച്ചിട്ടുണ്ട് ഉമ്മ, ഇപ്പൊ വലിയ കുഴപ്പമൊന്നുമില്ല. ഇന്നിപ്പോ രാവിലെ ഛർദിച്ചതാ, പിന്നെ ഇത്ര നേരം ഛർദിച്ചിട്ടൊന്നുമില്ല. ഇപ്പൊ നല്ല മാറ്റമുണ്ട്. എന്നാലും ഇപ്പൊ എന്താ ഇപ്പൊ ഇത്ര ദിവസമൊക്കെ ആവണം ഛർദി മാറാന്? അവിടെ ആകുമ്പോൾ ഇങ്ങനെ തന്നെ? ആ, അവിടെ ആകുമ്പോഴും വന്നിട്ടുണ്ട്. എന്നിട്ട് ഡോക്ടറിനെ കാണിച്ചപ്പോഴേ ഭക്ഷണം സെറ്റ് ആവാണ്ടെന്നാണ് പറഞ്ഞത്. എന്നിട്ട് ഡോക്ടർ ഗുളികയൊക്കെ എഴുതി തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എപ്പോഴെങ്കിലും ഛർദി വന്ന് പറഞ്ഞാൽ ആ ഗുളിക കഴിക്കുകയോ ചെയ്യുക. അപ്പം നല്ല മാറ്റം ഉണ്ടാവും. അതും അതന്നെ, ഭക്ഷണം പറ്റാണ്ട് വന്നത് തന്നെയാണേ. അതിന് എങ്ങനെയാണ് വായിക്ക് രുചിയായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ അറിയണ്ടേ? ഒന്നായിട്ട് അങ്ങോട്ട് പുഴുങ്ങാനല്ലേ അറിയുള്ളൂ. ഞാൻ കിടക്കട്ടെ ഉമ്മ, എനിക്ക് നല്ല ക്ഷീണമുണ്ട്. എന്നാ കടന്നോ. ഇനിയും ഛർദിക്കുകയാണെങ്കിലേ വെച്ചോണ്ടിരിക്കണ്ടാട്ടാ. ഒന്ന് ഡോക്ടറെ ഒന്ന് പോയി കണ്ടിട്ട് വരാം. എത്ര തന്നെ പണിയുണ്ടോ ഒന്ന് പോയിട്ട് വരാന്? വേണ്ടമ്മ, ഡോക്ടറത്തേക്ക് പോയാലേ ഈ ഗുളിക തന്നെ എഴുതി തരിക. പിന്നെ എന്തിനാ വെറുതെ കൊണ്ടുപോയി കാശ് കളയാൻ നിൽക്കുന്നത്?
ആ എന്താടി അവിടുത്തെ പാട്? തള്ള അറിഞ്ഞ അവളുടെ കാര്യങ്ങളൊക്കെ? ഓ, അറിഞ്ഞു. എന്നിട്ടോ? എന്നിട്ടെന്താ, നല്ലൊരു പ്രശ്നം ഉണ്ടായി ഇവിടെ? അതെ, അവളുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടാവൂല്ലേ? ആരാന്ന് മറ്റേ പറഞ്ഞു തന്നിട്ട് അവള്? എൻ്റെ പൊന്നുമ്മ, പ്രശ്നം ഉണ്ടായി പറഞ്ഞത് ഞാനും ഉമ്മയും തമ്മിലാണ്, അല്ലാണ്ട് ഉമ്മയും താത്തയും തമ്മിലല്ല. അതെന്തിനാണ് നിന്റെ അടുത്ത് പ്രശ്നം ഉണ്ടാക്കിയത്? നീ അവൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്തതിനാ? ആ, ഞാൻ ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കുക അത്രേ. താത്ത ഇവിടെ ഇരിക്കണേൽ എനിക്ക് ഇഷ്ടമല്ലാണ്ട് പറയണമെന്നൊക്കെ പറഞ്ഞിട്ട്. ആ, അപ്പോഴും മകള് ചെയ്ത് തെറ്റ് കാണില്ല അല്ലേ? നീന അവിടെ ഒന്നും പറയാൻ നിൽക്കണ്ട. വരുന്നത് മുഴുവൻ തള്ളി മകളും കൂടി അങ്ങോട്ട് അനുഭവിച്ചോട്ടെ. അല്ലെങ്കിൽ ഞാൻ അതന്നെ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് ഇന്നല്ലെങ്കിൽ നാളെ അറിയുമല്ലോ. കാലാകാലം ഇങ്ങനെ മൂടി വെച്ചിരിക്കാൻ പറ്റുന്ന കാര്യമൊന്നും അല്ലല്ലോ ഇത്. അപ്പം അറിയുമ്പോൾ പഠിച്ചോളും. എന്നാലും എന്തിനു കൽപ്പിച്ചു കൂട്ടിയിട്ട് ഈ പെണ്ണ്? മാപ്പിള മരിച്ചിട്ട് എത്ര തന്നെ ആയിട്ടുണ്ട്. അപ്പോഴേക്കിത് വേണമായിരുന്നോ? ഈ പെണ്ണ് ഇത് എപ്പോൾ തുടങ്ങിയതായിരിക്കണാവോ? ഇതൊക്കെ അറിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ അവനക്ക് അറ്റാക്ക് വന്നിട്ടുണ്ടാവുകയെ. പറയാൻ പറ്റില്ല. ഇതിന്റെ സ്വഭാവം ആദ്യം ശരിയൊന്നും അല്ല അത്രയൊന്നും. കല്യാണത്തിന് മുമ്പ് ഇവിടെ ഏതോ ഒരു ചെക്കനായിട്ട് പ്രേമത്തിലാവുകയോ ഒളിച്ചോടുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അത്രേ. ഇവിടെയൊക്കെ പാട്ടാണ് അത്. എന്നിട്ട് വീട്ടുകാരൊക്കെ കൂടിയിട്ട് പിടിച്ചിട്ട് വരിക അത്ര ചെയ്തതേ. എന്നിട്ട് വേഗം കല്യാണം കഴിപ്പിച്ച് വിട്ടതാണത്രേ. ഇനി ആ ചെക്കൻ തന്നെയാണാവോല്ലേ? ഇത് അതൊന്നും അല്ല തോന്നണു. അത് 3-4 കൊല്ലമായിട്ട് ഗൾഫിൽ തന്നെയാണത്രേ. ആ, പിന്നെ വേറെ ആരാണാവോല്ലേ? ആർക്കറിയണ്? ഞാനൊന്നും അത് ചോദിക്കാനും നിൽക്കണില്ല. എന്നിട്ട് എവിടെ അവള്? കിടക്കന്നെ? ആ, 24 മണിക്കൂറും ഛർദിയും ക്ഷീണം തന്നെ. ആദ്യമൊക്കെ കണ്ടപ്പോൾ പാവം തോന്നുക ചെയ്തത്, ഇങ്ങനെ ഛർദിക്കുന്ന കണ്ടപ്പോഴേ. ഇപ്പൊ കാണുമ്പോൾ ദേഷ്യം പിരിയ ചെയ്യണത്. വെറുതെ കൂട്ടിക്കൊണ്ടൊന്നും കിട്ടും. ഇപ്പൊ മനസ്സിലായില്ലേ ആളുകളുടെ സ്വഭാവമൊക്കെ? നീ വിചാരിക്കും പോലെ ആരും അത്ര നല്ല ഉണ്ണികളൊന്നല്ല. ആ, മനസ്സിലായി ഉമ്മ, നല്ലോ മനസ്സിലായി. ഞാനിപ്പോൾ എന്താ അറിയാ ആലോചിക്കുന്നത്? വെറുതെ പറയാൻ പോയി, മിണ്ടാണ്ടിരുന്നാ മതിയായിരുന്നു. നിമ്മാക്ക് അത് മതി ഇങ്ങനെ ചൊറിഞ്ഞും കൊണ്ടിരിക്കാൻ. അതവിടെ എന്തോ പറഞ്ഞിട്ട് പോയിക്കോട്ടടി, നീ അതൊന്നും മൈൻഡ് ചെയ്യാൻ നിൽക്കണ്ട. വാപ്പ എവിടെ നിന്നിട്ട്? അവിടെ ഉണ്ടാ? വാപ്പ അതാ റോട്ടിക്ക് പോയിക്കുന്നു. വാപ്പാൻ്റെ അടുത്തൊന്നും പറയാൻ നിൽക്കണ്ട കേട്ടോളി, നാണക്കെട്. അല്ലെങ്കിൽ ഇപ്പൊ ഇതൊക്കെ വാപ്പ അറിയാണ്ടിരിക്കല്ലേ നോക്കാം. ശരി എന്നാ വെച്ചോളി. എനിക്കിവിടെ പണിയുണ്ട്, അത് ചെയ്യാൻ നോക്കട്ടെ. അല്ലെങ്കിൽ ഞാൻ അതിനായിരിക്കും പറയാൻ നിൽക്കുക. വിളിക്കുന്ന ഇടയ്ക്ക്. ഉമ്മ, താത്ത അതവിടെ പിന്നെയും ഛർദിക്കണു. ഛർദിക്കേ? അപ്പൊ മാറിയില്ലേണാവോ? എന്താ പഠിച്ചോനെ ഈ പെണ്ണ് പറ്റിയത്? എവിടെ നിന്നിട്ട്? ഇതാ പിന്നാമ്പറത്ത്. അല്ലാ, എന്റെ കുട്ടിക്ക് ഒന്നും ഇല്ലാണ്ടിരുന്നാ മതിയായിരുന്നു. എന്താടി, കുറവില്ലേ? നീ അല്ലേ ഗുളി കഴിച്ച മാറും പറഞ്ഞ്? നീ എന്താ ഛർദി കൂടാനുള്ള മരുന്നാ തിന്നോണ്ടിരിക്കുന്നത്? നീ ഇത് വെച്ചോണ്ടിരിക്കണ്ട, വാ നമുക്ക് ആശുപത്രിക്ക് പോകുക. വേണ്ടമ്മ, ഇത് തന്നെ മാറുമേ. എന്ത് തന്നെ മാറുന്ന്? മാറാത്തോണ്ടല്ലേ പുക പറയണത്? നിനക്കെന്താ ആശുപത്രിക്ക് പോകുക എത്ര പേടി? അവർ നിന്നെ പിടിച്ച് മുഴുകൊന്നുമില്ലേ? ഇതിങ്ങനെ വെച്ചോണ്ടിരുന്നിട്ട് വേറെ എന്തെങ്കിലും ആയ എന്താ കാട്ടുക? ഒന്നും കൂടെ നോക്കമ്മ, കുറവില്ലെങ്കിൽ പോയാൽ മതി. ഇന്നിപ്പോ ഞായറാഴ്ച കൊണ്ട് ഡോക്ടറും ഉണ്ടാവില്ല. എന്താ ഡോക്ടർ ഇല്ലാണ്ട്? ഡ്യൂട്ടി ഡോക്ടറെങ്കിലും ഉണ്ടാവില്ലേ? വേണ്ട, ഞാൻ പറഞ്ഞതൊന്ന് കേൾക്കി നിങ്ങളെ. നമുക്ക് നാളെ പോകാം. നാളെ എന്തായാലും പോണട്ടാ. കുറവുണ്ടെങ്കിലും ശരി, ഇല്ലെങ്കിലും ശരി. പോകാം. എനിക്കിവിടെ ഇനി ഒരു മിനിറ്റ് നിൽക്കാൻ പറ്റില്ല കേട്ടോ. എന്നെ എങ്ങനെയെങ്കിലും ഇന്ന് രാത്രി ഇവിടുന്ന് കൊണ്ടുപോ. നീ ഒരു 4 ദിവസം എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്ക്. ഒരു വീട് സെറ്റായിട്ട് ഞാൻ നിന്നെ വന്ന് വിളിച്ചിട്ട് പോവാ. 4 ദിവസം പോയിട്ട് ഒരു മിനിറ്റ് എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഇവിടെ ആകെ പ്രശ്നമായിട്ടാണ് കിടക്കണതേ. എന്താ എനിക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവാത്തത്? ഉമ്മ ഇന്ന് ആശുപത്രിക്ക് പോകണം പറഞ്ഞതാ. ഒരു വിധത്തിൽ ഞാൻ പറഞ്ഞു ഒഴിവായത്. നാത്തോനിക്കാണെങ്കിലോ നല്ല ഡോക്ടർ അടിച്ചിട്ടുണ്ട്. ഞാൻ എവിടേക്കാ നിന്നെ കൂട്ടിയിട്ട് പോവാ? എവിടേക്കാണെങ്കിലും കുഴപ്പമില്ല, ഞാൻ ഇറങ്ങി വരാം. എന്നാൽ അന്ന് രാത്രി ഞാനൊരു വണ്ടിയായിട്ട് വരാം, നീ റെഡി ആയിരുന്നു. പിന്നെ വരുമ്പല്ലേ നിന്റെ സാധനങ്ങൾ കംപ്ലീറ്റ് എടുത്തോട്ടോ. ഒന്നും അവിടെ വെക്കണ്ട. നിനക്ക് ഇടാനുള്ള ഡ്രസ്സും നിന്റെ കയ്യിലുള്ള സ്വർണ്ണല്ലേ എല്ലാം എടുത്തോ. ഒന്നും അവിടെ വെക്കണ്ട കേട്ടോ. അതൊക്കെ ഞാൻ എടുക്കുക. നീ വരുമല്ലോ അല്ലേ? ഞാൻ വരാ. എന്തത്ര പേടി? ഒന്നുമില്ല, ഞാൻ പറഞ്ഞതാ. എന്നാ ശരി, ഞാൻ വൈകുന്നേരത്ത് വന്നിട്ട് വിളിക്കാം. ശരി. റെജി എവിടെ? ഞാൻ കണ്ടില്ല. ഈ പെണ്ണിത് എവിടെ പോയി കിടക്കുകയാണ്? ഇന്ന് ആശുപത്രിക്ക് പോകണം പറഞ്ഞതാണേ. റൂമിലില്ലേ? ഇല്ലേ, റൂം പുറത്തുനിന്ന് കുറ്റിയിട്ടിരിക്കണു. ചായ കുടിക്കാനും വന്നിട്ടില്ല.
ഞാൻ വെയ്യാണ്ട് കിടക്കല്ലേ വിചാരിച്ചു. അതാ ഞാൻ പോയി വിളിക്കാണ്ടിരുന്നത്. ഇനിയിപ്പോൾ ഒറ്റയ്ക്ക് മറ്റു പോയാണ് ആശുപത്രിക്ക്. എന്നാലും പോകുമ്പോൾ പറയണ്ടെന്നാ. ഉമ്മ താത്തൻ്റെ ഫോണിക്കൊന്ന് വിളിച്ചു നോക്കി. ഞാൻ വിളിച്ചൊക്കെ നോക്കി, വിളിച്ചിട്ട് ഫോണിക്കും കിട്ടണില്ലേ, സ്വിച്ച് ഓഫ് ആന്നാ പറയുന്നതേ. ഞാനൊന്ന് പോയി നോക്കി നോക്കട്ടെ. എന്താ എന്നാലും പഠിച്ചോനെ ഇപ്പൊ മുണ്ടാണ്ട് പോയത്. എന്നാലും എവിടേക്ക് പോയതാണാവോ? ഉമ്മ, താത്തൻ്റെ റൂമിൽ നിന്ന് ഒരു കത്ത് കിട്ടിയിട്ടുണ്ട്. കത്താ? എന്ത് കത്ത്? അത് ഞാൻ എങ്ങനെയും മനത്ത് പറയാ. നീ ബേജാറാക്കാണ്ട് കാര്യം പറയടി. താത്ത ഇഷ്ടപ്പെട്ട ആളിൻ്റെ കൂടെ ഇറങ്ങിപ്പോണോന്ന് ഈ കത്തിൽ എഴുതി വെച്ചിരിക്കണം. ഇറങ്ങിപ്പോവേ? എവിടേക്ക്? അല്ലാ, എന്നാലും എന്താ ഈ ഒരുമ്പൊട്ടവള് കാട്ടിയത്? മഹാഭാവി, നീ ഒരു കാലത്ത് ഗുണം പിടിക്കില്ലടി. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ താത്താക്ക് എന്തൊക്കെ ചുറ്റിക്കളി ഉണ്ടെന്ന്. പറഞ്ഞപ്പോൾ ഉമ്മ വിശ്വസിച്ചില്ല. അപ്പം എൻ്റെ മേലെ ചാടിക്കയറാനാ വന്നത്. ഞാൻ അതൊക്കെ അറിഞ്ഞിട്ടാ പറഞ്ഞതേ. ഞാൻ ഇക്കാലത്ത് വിളിച്ച് പറയട്ടെ കാര്യങ്ങള്. പറഞ്ഞിട്ട് എന്താ കാര്യം? പോയത് പോയില്ലേ, നശിച്ചു പോവുള്ളൂ അവള്. അവൾ ഒരു കാലത്ത് ഗുണം പിടിക്കില്ല. എനിക്കിങ്ങനെ ഒരു മകളും ഇല്ല.